ഹായ്, ദിസ് റെമിൻ വർഗീസ് ഫ്രം ബി ഗുഡ് അക്കാഡമി. ഇന്ന് എൻ്റെ മുൻപിൽ ജർമ്മൻ സ്റ്റൈഫൻ പ്രോഗ്രാമിലെ 2 സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് അവരുടെ എക്സ്പീരിയൻസ്, ബി ഗുഡിൽ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ നിങ്ങൾ? അതെ, എൻ്റെ പേര് സിന്ധിപ്രിയ കേന്ദ്രയിൽ നിന്നാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സുമന ജോസഫ്. ഞാൻ വരുന്നത് മാവേലിക്കര കല്ലുമലയിൽ. ഓക്കെ, നിങ്ങളിപ്പം ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി ബി ഗുഡ് സ്റ്റൈഫൻ പ്രോഗ്രാമിൽ? 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞു. അതെ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ബി ഗുഡായിട്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജോയിൻ ചെയ്ത് 1 month ആയി. ഇവിടെ ടീച്ചേഴ്സ് ആയിട്ട് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ നല്ലതാണ്. ഞാൻ ഓൾറെഡി ഇവിടെ OET ചെയ്തതാണ്. ഒരു ഹോപ്പും ഒരു ട്രസ്റ്റും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ തിരിച്ചു വന്ന് ജർമ്മൻ ജോയിൻ ചെയ്തത്. സിന്ധുപ്രിയ തമിഴ്നാട്ടിൽ നിന്നാണെന്നല്ലേ പറഞ്ഞേ? അതെ. എങ്ങനെ ബി ഗുഡിനെ പറ്റി അറിഞ്ഞേ? അതെൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അവരിപ്പോൾ UK-യിലാണ്. അവർ ഓൾറെഡി പഠിച്ചിട്ട് ഇവിടെ ബി ഗുഡിൽ നിന്നാണ് പഠിച്ചിട്ട് പോയത്. OET പഠിച്ചിട്ട് പാസ്സായിട്ട് പോയത്. അങ്ങനെ ഞാൻ OETക്ക് ഇവിടെ വന്നായിരുന്നു. ഇങ്ങനെ പഠിച്ച് എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. OETയിൽ നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തിരിച്ച് ഞാൻ ജർമ്മൻ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ വന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, സുമന മാവേലിക്കരയിൽ നിന്നാണെന്നല്ലേ പറഞ്ഞത്? അതെ. മാവേലിക്കരയിൽ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ബി ഗുഡ് ചൂസ് ചെയ്തത്? ബി ഗുഡ് ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ കസിൻ ഇവിടാണ് OET പഠിച്ച്. അവരിപ്പം ന്യൂസിലാൻഡിൽ സെറ്റിൽഡ് ആണ്. ഫസ്റ്റ് അവരാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. പിന്നെ എനിക്ക് അറിയുന്ന കുറച്ച് പേര് തന്നെ ഇവിടെ ജർമ്മൻ പഠിച്ചവരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയാണ് വന്ന് ജോയിൻ ചെയ്തത്. ഓക്കെ, വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും നല്ല എക്സ്പീരിയൻസ് ആണ്. ടീച്ചേഴ്സ് ആണേലും ക്ലാസ്സസ് ആണേലും എല്ലാം കൊണ്ടും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കിവിടെ. നിങ്ങൾ രണ്ടുപേരും നഴ്സസ് അല്ല? അതെ. എവിടേക്കാ പഠിച്ചത്? എവിടെയാ രണ്ടുപേരും? ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. എനിക്ക് 1 year എക്സ്പീരിയൻസ് ഉണ്ട്. ICU സ്റ്റാഫ് നഴ്സാണ്. ഞാൻ പഠിച്ചത് ഹൈദരാബാദിലാണ്. എനിക്കും ഒരു 6 മാസത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. കാർഡിയാക് ICUലായിരുന്നു. നിങ്ങൾ സ്റ്റൈഫൻ പ്രോഗ്രാം കയറിയിട്ട് ഇപ്പോൾ 1 month കഴിഞ്ഞല്ലേ? അതെ. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റൈഫൻഡ് കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഹോസ്റ്റൽ ഫുഡ് എക്സ്പെൻസസ് ഒക്കെ സ്റ്റൈഫൻഡ് കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് അറൗണ്ട് 9,000 ആയിരുന്നു. ഞങ്ങളെ ഹോസ്റ്റലിന് പേ ചെയ്യുന്നത് 7,000. ബാക്കി 2,000 ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അതിന് ഞങ്ങളുടെ എക്സ്പെൻസസ് ഒക്കെ ഞങ്ങൾ തന്നെ മീറ്റ് ചെയ്യും. ഓക്കെ. നമ്മളിവിടെ ഫ്രീ കോച്ചിങ്ങാണ് കൊടുക്കുന്നത്. ജർമ്മൻ കോച്ചിങ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു പൈസ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. ഫ്രീ കോച്ചിങ് ആണെന്ന് പറയുമ്പം ആൾക്കാർക്ക് നമ്മുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ക്ലാസ്സിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നാണേലും മറ്റ് സ്റ്റാഫ് ആണേലും എല്ലാ തരത്തിലും സപ്പോർട്ടീവ് ആയിരുന്നു. ക്ലാസ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണെങ്കിലും എല്ലാം നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ക്ലിയർ ആക്കി വീണ്ടും റിവൈസ് ചെയ്ത് നല്ല ക്ലാസ്സാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നഴ്സസ് ഒക്കെ വിചാരിക്കുന്നത് അവർ ചെറുപ്പം തൊട്ട് ഇംഗ്ലീഷ് പഠിച്ചു വരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ആയിരിക്കും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പുതിയൊരു ലാംഗ്വേജ് ആയതുകൊണ്ട് ടഫായിരിക്കും പെട്ടെന്ന് പഠിക്കാൻ എന്ന് തോന്നുന്നവർക്ക്. അങ്ങനെയാണോ? എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ വരുമ്പോൾ പേടിച്ചിട്ടാണ് വന്നത്. എന്താന്ന് വെച്ചാൽ ഒരു ന്യൂ ലാംഗ്വേജ് ആണ്, എങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്. ആ വീക്ക് പഠിപ്പിക്കുന്നത് ആ വീക്കിൽ തന്നെ ടെസ്റ്റ് വയ്ക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പാട് തോന്നുന്നില്ല. ഓക്കെ എന്നാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇന്റേണൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാർക്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? അതെ, നല്ലപോലെ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഗുഡ് ക്വാളിറ്റി ടീച്ചിങ് ആണ്. അന്ന് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായില്ലെങ്കിലോ ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ച് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. നമ്മുടെ ജർമ്മൻ A1 ലാംഗ്വേജിന്റെ ട്രെയിനിങ് 1.5 മാസത്തെ കോഴ്സാണ്. നിങ്ങൾക്ക് അത് 1.5 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്? டெஃபினட்டாக கம்ப்ளீட் பண்ண முடியும். பட் இப்போ எங்களுக்கு எக்ஸாம் ப்ரிப்பரேஷனுக்கு கொஞ்ச நாள் கூட தேவைப்படுது அப்படின்னா எங்களுக்கு இங்கே கண்டிப்பாக எக்ஸ்டெண்ட் பண்ணி தருவாங்கங்கிற ஹோப் இருக்குது. നിങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇൻഡിവിജ്വലായിട്ട് അവർക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പം ഏത് ടോപ്പിക് എടുക്കുകയാണെങ്കിലും എല്ലാവർക്കും ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്താണ് പോകുന്നത്. അപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാണെങ്കിലും എക്സാമ്പിൾസ് തന്നാണേലും എല്ലാ ടോപ്പിക്കിനെയും ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. സ്റ്റാഫ് എല്ലാം അപ്രോച്ചബിൾ ആണോ? ഏത് ടൈം വേണമെങ്കിലും ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാറുണ്ടോ? തീർച്ചയായും. നോർമലായിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പഠിക്കുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിനോട് ഒരു ഭയം ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. നമുക്ക് ഏത് സമയത്ത് വേണേലും ഇപ്പം നമുക്ക് ഒരു കോൾ ചെയ്താണെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റില്ല. അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വളരെ നല്ലതാണെന്ന് ഇപ്പോൾ നിങ്ങളുടെ ഇതിലൂടെ എനിക്ക് മനസ്സിലായി. ഇനി ആർക്കെങ്കിലും നിങ്ങൾ ബി ഗുഡ് സജസ്റ്റ് ചെയ്യുമോ? ഡെഫിനറ്റായിട്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ തന്നെ
വെളിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അവനെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് പഠിക്കാൻ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് ബി ഗുഡ് അക്കാഡമി തന്നെയാണ്. ഒരു നല്ല ട്രസ്റ്റബിൾ, ഒരു നല്ല എഡ്യൂക്കേഷൻ, ഗുഡ് ക്വാളിറ്റി ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. Thank you so much. It was a pleasure hearing your experiences at BGood. And yeah, we hope that we can live up to your expectations. Thank you, sir. Thank you.